Namaskaram. We're very happy to be back again this week with another episode of Family Marriage Webinar. And we are so glad that last week we were able to do the foundations of happy married life. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫൗണ്ടേഷൻ ഉറപ്പുള്ള ഫൗണ്ടേഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇന്നും നമ്മളെ ദൈവം ഒരുമിച്ച് കൊണ്ടുവന്നതിൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. Shall we pray and start? Father, we just want to thank you, Lord, for this wonderful evening. We pray and ask you, Lord, that you would help us even as we Lord, conduct this webinar for people around to, Lord, learn about a happy married life and how we can live in this happy married life of Father God, and how we can use communication as a channel to talk to each other and bless each other of Father God, and how we could use communication as a tool for helping us to correspond with each other very well. And Lord, we pray that you will, Lord, help all the viewers who are watching to learn something from this. And we believe that your Holy Spirit will go and prepare us. In Jesus' name we pray. Amen. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉറപ്പുള്ള ഒരു അടിസ്ഥാനം എന്നുള്ള ഒരു ഭാഗം നമ്മൾ കണ്ടായിരുന്നു. പല സീസൺസിനെ പറ്റി സംസാരിച്ചായിരുന്നു. അപ്പം ഈ ഒരു പ്രോഗ്രാം നമ്മൾ നടത്തുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞായിരുന്നെന്ന് തോന്നുന്നു, കഴിഞ്ഞ വർഷം ഞാനൊരു ചെന്നൈയിലുള്ള ഒരു ഫാമിലി കോർട്ടിൽ ഞാൻ പോയി എത്ര കേസുകളാ ഫയൽ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ കണ്ടുപിടിക്കാനായിട്ട് പോയപ്പം ഒരു കോർട്ടിൽ 2400 കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിസ്സാര കേസുകളിന് വേണ്ടിയിട്ട് അവര് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ചിലത് ഒഴിഞ്ഞു മാറിപ്പോയി, ചിലത് വേറെ കല്യാണങ്ങൾ കഴിക്കുന്നു. അങ്ങനെ ഭയങ്കര ഒറ്റ കോർട്ടിൽ, ഇവിടെ ചെന്നൈയിൽ മാത്രം 4-6 കോർട്ടുണ്ട്. അപ്പം എത്ര പേരായിരിക്കും ഈ എൻറ്റയർ നമ്മുടെ ഇന്ത്യയിൽ എത്ര കോർട്ടുകളുണ്ട്? അപ്പം എത്ര കേസുകളായിരിക്കും ഇങ്ങനെ ഡിവോഴ്സ് കേസുകൾ ഫയൽ ചെയ്തിരിക്കുന്നത്? എന്തുകൊണ്ട് നമ്മൾ പരസ്പരം സ്നേഹിച്ചോ അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ്, നമ്മൾ കല്യാണം കഴിക്കുമ്പം പോയി കാണുന്നു, ഇഷ്ടപ്പെടുന്നു, പിന്നെ നമ്മൾ കല്യാണം കഴിക്കുന്നു, ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട എന്ന് പറയും. അപ്പൊ അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ കാരണങ്ങളൊക്കെ നമ്മൾ നടക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ നമ്മൾ എന്തുകൊണ്ടായിരിക്കും ഇതൊക്കെ നടക്കുന്നത് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര കാരണങ്ങളായിരിക്കും. ഒന്ന്, ചിലർക്ക് ഈഗോ വരും, അല്ലെങ്കിൽ അവർക്ക് ചില അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കാണത്തില്ലായിരിക്കും. അല്ലെങ്കിൽ ആദ്യം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് കാണും, പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇല്ല, എൻ്റെ ഹസ്ബൻഡ്, ചിലർ കള്ളം പറഞ്ഞ് കല്യാണം കഴിക്കും. അവൻ ഇങ്ങനത്തവനാ, അവൻ ആ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിക്കും. ചിലപ്പം നോക്കിയാൽ അവിടുത്തെ ഒരു പ്യൂണായിരിക്കും. അല്ലെങ്കിൽ അതേപോലെ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് കല്യാണം കഴിക്കുന്നതുണ്ട്. പിന്നെ അറിഞ്ഞു വരുമ്പം ഒന്നുമില്ല എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ പല പല പ്രശ്നങ്ങൾ. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പം ഇത് എങ്ങനെ നമ്മുടെ ജീവിതം നമ്മൾ ഒരു ഫാമിലി ലൈഫിനെ നയിക്കുന്നതെന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ കണ്ട നല്ല ഒരു അടിസ്ഥാനം, നമ്മൾ ഒരു നല്ല അടിസ്ഥാനം ഇടണം. അടിസ്ഥാനം ഇടുമ്പം ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഗോഡ് ഇൻ ദ സെന്റർ ഓഫ് മാരേജ് എന്ന് പറയുന്നത്, ഗോഡ് ഇൻ ദ സെന്റർ ഓഫ് മാരേജ്, ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവത്തിനെ നമ്മൾ മധ്യമായിട്ട് വെച്ച് ഒരു ക്രിസ്ത്യൻ മാരേജ് എന്ന് പറയുമ്പം ദൈവമാണ് നമ്മുടെ മധ്യത്തിലുള്ളത്. ആ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും വേണം.
അത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഇപ്പം സംസാരിക്കാൻ പോകുന്ന കാര്യം ദി ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പരസ്പരം നമ്മൾ എങ്ങനെ ഒരുത്തർ നമ്മൾ സംസാരിക്കുന്ന വിധം, ചില സമയങ്ങളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഭയങ്കര അഗ്രസീവായിട്ട് സംസാരിക്കും, ചിലർ സോഫ്റ്റായിട്ട് സംസാരിക്കും, ചിലർ സംസാരിക്കത്തേ ഇല്ല. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. ഒരു വീട്ടില് അന്ന് ഞങ്ങൾ ആദ്യമായിട്ട് കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കേസ് വന്നപ്പം രണ്ടുപേരും എഞ്ചിനീയേഴ്സാണ്. അവർ രണ്ടുപേരും വലിയ IT കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ അവർ വീട്ടിൽ വരുമ്പം വന്നു കഴിഞ്ഞതിന് ശേഷം, കുളിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുന്നു, അവർ തിരിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. വൈഫ് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു കിണ്ണത്തിൽ ഇങ്ങനെ ടിങ് ടിങ് എന്ന് മണിയടിക്കുമ്പോൾ അവൻ പോയി കഴിക്കും, തിരിച്ചു വരും. അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ 1 year കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ രണ്ടുപേരും ഒരേ വീട്ടിലാണ്, സംസാരിക്കാൻ അറിയത്തില്ല. മിനിമം സംസാരം എന്നുവെച്ചാല് അവർ കമ്പ്യൂട്ടറിന്റെ കൂടെ ഭയങ്കരമായിട്ട് സംസാരിക്കും, പക്ഷെ ആൾക്കാരുടെ കൂടെ ഈ കാലങ്ങളിൽ സംസാരിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് ഇന്നത്തെ കാലങ്ങളിൽ എന്നത്തെ കാലത്തും ശരി, അന്നത്തെ കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ നോക്കുകയാണെങ്കിൽ പരസ്പരം ഇരുന്ന് സംസാരിക്കുന്നത്. അന്നത്തെ TV ഇല്ലാത്ത കാലത്ത് നമ്മൾ എന്ത് ചെയ്യായിരുന്നു? പത്രം വായിക്കുമായിരുന്നു. അന്ന് പത്രം ഉണ്ടായിരുന്നു, വേറെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ TV വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും TV-ക്കകത്തിരുന്ന് ഇങ്ങനെ സീരിയൽ കാണും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂസ് കാണും, പിന്നെ സിനിമ കാണും, അങ്ങനെ പല നാടകം കാണും, അങ്ങനെ എല്ലാം കാണും. സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തു. നമ്മൾ സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറഞ്ഞു വന്നു. അത് കഴിഞ്ഞതിന് ശേഷം, കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം മൊബൈൽ ഫോൺസ് വന്നു, മൊബൈലില് തുടങ്ങി, ഓർഡിനറി മൊബൈൽ വന്നു, ടെക്സ്റ്റ് മൊബൈൽ വന്നു, അങ്ങനെ വന്ന് ഇന്ന് കയ്യിലുള്ള മൊബൈലിനകത്ത് ഇരുന്നാൽ ലോകം മൊത്തം എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആവുമ്പോൾ നമുക്ക് സംസാരിക്കാൻ സമയമില്ല, പരസ്പരം ഇരുന്നൊരു സംസാരിക്കാനോ അങ്ങനെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വലിയ ടെൻഷനുമായി. അങ്ങനെ ഇപ്പോഴത്തെ കാലങ്ങളിൽ എന്താ പറയുന്നത്, വാട്ട് പീപ്പിൾ ആർ സേയിങ്, ക്യാൻ വി ഗെറ്റ് സം ടൈം ഫ്രം മൈ ഹസ്ബൻഡ്, ക്യാൻ ഐ ഗെറ്റ് സം ടൈം ഫ്രം മൈ വൈഫ്? എല്ലാവരും ബിസിയായ ഒരു സമയങ്ങൾ. അപ്പം എങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മൾ സംസാരിക്കേണ്ടതെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാം. So I just want to tell you that the world is going in a very fast pace and people want to communicate, and in an effective marriage communication is an important aspect, and we need to understand how to communicate with each other as a husband and wife, father to the children, children to the father, children to the mother, and as a family unit, how are we going to communicate with each other is what we're going to look at today. Many marriages are breaking because of lack of communication, and there are too much of communication, and the voice, the anger, everything comes put together into this whole communication, and therefore there's a huge issue with communication skills. So today's class we will be taking into account how an husband and wife should be able to communicate, and how can they resolve their conflicts by looking at communication as an aspect where if there is no communication, they should increase the communication. And what are the challenges and what are the barriers that are there when you communicate with each other? That is something which we are going to learn today. So let's start with a little bit of Malayalam and then I will come to English. നമ്മുടെ പങ്കാളിയോട് എങ്ങനെ നമ്മൾ സംസാരിക്കണം? നമ്മൾ ഈ ലോകം ഒത്തിരി എളുപ്പത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പലരുടെയും ജീവിതത്തിൽ സമയമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയ്ക്കും ഭർത്താവിനും കൊടുക്കുവാൻ, പങ്കാളിക്ക് കൊടുക്കുവാനും, പല കാര്യങ്ങൾ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ആർക്കും സമയമില്ല. നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ മൊബൈൽ തന്നെ നമ്മുടെ സമയത്തെ നിറയെ സമയം അത് എടുത്തുകൊണ്ട് പോകുന്നെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെ നമ്മുടെ പങ്കാളിക്ക് സമയം കൊടുക്കുന്നത്, അല്ലെ പങ്കാളി പറയുന്നത് നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കണം, എങ്ങനെ അവരോട് സംസാരിക്കണം, നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങളെ എങ്ങനെ തുറന്നു പറയണം എന്നുള്ള കാര്യത്തെ പറ്റി ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ പോവുകയാണ്.
So the effective communication involves the message, the speaker, and the listener. Now, let me explain to you. Communication involves a message. ഇതിൻ്റെ ഇടയ്ക്ക് the message. സന്ദേശം. Here there is a speaker who's speaking, and here is a listener who's listening, who's supposed to listen, and the message is here. Now, if both parties are talking like this, we cannot listen. We cannot listen to the issues. We can't listen to them. So therefore, there should be a speaker, there should be a message, and a listener. And this is very important, and we need to build our intimacy in marriage, hearing each other's experience. There are 4 important components of communication. കമ്മ്യൂണിക്കേഷനിൽ 4 ഇമ്പോർട്ടൻറ്റ് ഒരു കാര്യങ്ങളുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഒരാളുടെ എക്സ്പീരിയൻസ്, തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ഡിസയേഴ്സ് we need to share with each other daily basis. Daily. It is very important. ആശയവിനിമയം എന്ന് പറഞ്ഞാൽ 3 വ്യക്തിത്വങ്ങൾ അടങ്ങിയിട്ടുള്ള കാര്യമാണ്. ഒരാൾ സംസാരിക്കുക, ഒരാൾ സന്ദേശം കൊടുക്കുക, അത് കേൾക്കാൻ ഒരുത്തരിക്കണം. പക്ഷെ പലപ്പോഴും നമ്മൾ എന്തായിരിക്കുന്നത്, 2 സൈഡിൽ നിന്നും 2 പേര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സന്ദേശം എത്തേണ്ട സ്ഥാനത്ത് എത്തുന്നില്ല, അത് വന്ന് ഡിസ്റ്റർബ്ഡ് ആയി പോവുകയാണ്. അപ്പൊ ഈ സന്ദേശം ഒരുത്തരുടെ മറ്റുള്ളവരുടെ ചെവിയിൽ ചെല്ലുവാൻ, അല്ലെ അവരുടെ ഹൃദയത്തിൽ പതിവാൻ, നമ്മൾ പറയുന്ന സന്ദേശം നമ്മുടെ പങ്കാളി അത് കേൾക്കുന്നു എന്ന് അറിയാൻ വേണ്ടി 4 കാര്യങ്ങളുണ്ട്. അതിൽ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, നമ്മുടെ ചിന്തകള്, അനുഭൂതികള്, ആഗ്രഹങ്ങള്, അനുഭവങ്ങള് നമ്മുടെ ഭാര്യയോടോ ഭർത്താവിനോടോ പറഞ്ഞിരിക്കേണ്ടതായിരിക്കും. ബിക്കോസ് ഇതെല്ലാം നമ്മുടെ ഉള്ളില് ഒരു ഭർത്താവിന്റെയോ ഭാര്യയുടെ ഉള്ളില് ആർക്കാന്നല്ല, ഇത് ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ മാത്രമല്ല, എല്ലാവരുടെയും ബന്ധത്തിലുള്ള ഒരു കാര്യമാണ്. അവരുടെ ആശയങ്ങള്, അനുഭൂതികള്, ചിന്തകള്, ആഗ്രഹങ്ങള് തൻ്റെ സ്വന്തക്കാരോടോ അല്ല സ്വന്തം ബന്ധുക്കാരോടോ അല്ല തൻ്റെ ഹസ്ബൻഡിനോടോ വൈഫിനോടോ പറയണോന്നുള്ള ഒരു മനസ്സിൻ്റെ ഉള്ളിൽ അടഞ്ഞു കിടക്കുന്ന ഒരു കാര്യമുണ്ട്. അത് പറഞ്ഞാൽ മാത്രമേ അവർക്കൊരു സന്തോഷം അവരുടെ മുഖത്ത് കാണത്തുള്ളൂ, അവരുടെ ഉള്ളിൽ കാണത്തുള്ളൂ. The important thing is sharing the experiences, thoughts, feelings and desire. ഈ 4 കാര്യം ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താന്ന് വെച്ചാൽ, അസ്യൂമിങ് ഞാനൊരു ഹസ്ബൻഡായിരുന്നു, ഞാൻ ഇന്ന് വെളിയിൽ പോയി ചില കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ തിരിച്ചു വന്നതിന് ശേഷം വീട്ടിൽ വന്ന് ഞാനിങ്ങനെ എന്നും പറഞ്ഞ് ഇങ്ങനെ പേപ്പറും കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് തോന്നും, എവിടെ പോയതാ, എന്തിനാ പോയത്, എന്തിനാ ഇത് ചെയ്യുന്നത് എന്ന് പോലും അറിയത്തില്ല. അപ്പം ആസ് എ ഹസ്ബൻഡ് ഞാൻ പോയിട്ട് വന്ന ഉടനെ ഞാൻ പറയുക, എങ്ങനെ വൈഫിനെ എങ്ങനെ വിളിക്കുന്നു, കുട്ടാന്ന് വിളിക്കും, അല്ലെങ്കിൽ കൊച്ചേന്ന് വിളിക്കും, അല്ലെങ്കിൽ മോളേന്ന് വിളിക്കും, അല്ലെങ്കിൽ സ്നേഹവാക്കുകൾ പറഞ്ഞ് വിളിക്കും. അപ്പം ഞാൻ എൻ്റെ കാലത്ത് പോയിട്ട് വന്ന് കുറച്ചു നേരം ഇരുന്ന സമയത്ത് ഞാൻ എല്ലാം ഇന്ന് നടന്ന സംഭവങ്ങളെല്ലാം എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു. ഒന്ന്, എനിക്ക് എന്താണെന്ന്, ഐ ആം ഷെയറിങ് മൈ എക്സ്പീരിയൻസ്. അപ്പൊ എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ ഇന്ന് വെളിയിൽ പോയി, കൊറോണയാ ഇപ്പൊ എല്ലാവരും. അപ്പൊ ആ എക്സ്പീരിയൻസ് എന്തായിരുന്നു, റോട്ടിൽ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു, വണ്ടികൾ പോകുന്നുണ്ടായിരുന്നു, ഇതെല്ലാം കേൾക്കുമ്പോൾ എൻ്റെ വൈഫ് എന്താ പറയും, ഓ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ സംസാരിക്കുന്നുണ്ട്. അവളുടെ ആ ഹാർട്ടിനകത്ത് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നു, അവളുടെ ഫീലിങ്സ്, അല്ലെങ്കിൽ അവളുടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുപോലെ we need to share. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു, പിന്നെ എൻ്റെ തോട്ട്സ്. അപ്പോൾ ഞാൻ പോയിട്ട് വന്ന ആ കാര്യത്തിൻ്റെ ചിന്താഗതി എന്താ, how do I share my thoughts, what are my thoughts about that particular situation, what are my feelings, I feel sad, I feel happy or I feel excited എന്നുള്ള ആ ഒരു കാര്യം ഞാൻ എൻ്റെ വൈഫ്, ചിലപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും, അപ്പോൾ അങ്ങനെ ഞാനത് ഷെയർ ചെയ്യും. അല്ലെങ്കിൽ എൻ്റെ
ഡിസയർ, എൻ്റെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും, എൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ എന്നുള്ള ആ ഒരു തോട്ട്സ് ഞാനത് ഷെയർ ചെയ്യും. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എ കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് വിത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. സോ therefore we share experiences, thoughts, feelings and desires. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഞങ്ങളിവിടെ കേട്ടല്ലോ, എൻ്റെ ഹസ്ബൻഡ് വെളിയിൽ പോയിട്ട് വന്നിട്ട് എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്തു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഒരു വൈഫ് രാവിലെ മുതൽ വൈകിട്ട് വരെയും തൻ്റെ വീട്ടിലുള്ള വേലകളെല്ലാം ചെയ്ത് അവൾ തനിപ്പെട്ട നിലയിൽ എല്ലാ കാര്യങ്ങളും, വീട്ടിൻ്റെ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളെ നോക്കലും എല്ലാം. അപ്പോൾ അവള് വിചാരിക്കുന്ന എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഭർത്താവിനോട് കൂടെ ഇച്ചിരി സമയം ഞാൻ സ്പെൻഡ് ചെയ്ത് എൻ്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ, ബിക്കോസ് അത്രയും നേരം ആ മനസ്സിൽ അടച്ചു വെച്ച കാര്യങ്ങൾ തൻ്റെ ഭർത്താവിനോട് പറയണമെന്ന് ആഗ്രഹത്തിലിരിക്കുമ്പോൾ, ഭർത്താവ് ഇവിടെ തിരിച്ചു വീട്ടിൽ വരുമ്പോൾ ഒരു മുഖം വീർപ്പിച്ച് വന്നാൽ, അല്ല ക്ഷീണത്തോടെ ഇരിക്കുമ്പോൾ അത് കണ്ടാലേ ഒരു ഭാര്യയ്ക്ക് മനസ്സ് തുറക്കുവാൻ തോന്നത്തില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവൾക്ക് വേറെ ആരുമില്ല ഷെയർ ചെയ്യുവാൻ, ആ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ തൻ്റെ പങ്കാളിക്ക് വേറെ ആരുമില്ല ഷെയർ ചെയ്യാൻ. ഒരു ഭർത്താവ് അത് ഒരു കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ ഭാര്യ ഒരു കൂട്ടുകാരിയാണ്. അവർക്ക് തമ്മിലെ പല കാര്യങ്ങൾ, ഇന്റിമസി, ആ ഉള്ളിൻ്റെ ഉള്ള കാര്യങ്ങൾ ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവൾ വെയിറ്റിംഗ് ആയിരിക്കുമ്പോൾ ഭർത്താവ് ആ ചെവി, നമ്മൾ ആദ്യം കേട്ടല്ലോ, സന്ദേശം കൊടുക്കുമ്പോൾ ഒരാൾ കേൾക്കണം. ഒരാൾ പറയുക മാത്രമല്ല, രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളത് പറയുമ്പോൾ മാത്രം ആ സമയത്ത് ഭർത്താവ് അത് കേട്ടാൽ എന്തൊരു സന്തോഷമായിരിക്കും. ഞാൻ ഓർക്കുന്നു, ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നു, എൻ്റെ ഭർത്താവ് ഒന്ന് എൻ്റെ പങ്കാളി ഒന്ന് എന്നെ കേട്ടിരുന്നാൽ എനിക്ക് എന്തൊരു സന്തോഷമായിരിക്കും. ഇന്നു മുതൽ നിങ്ങൾ ഒരു തീരുമാനമെടുക്കും, ഞാൻ ഇച്ചിരി സമയം എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ ഭർത്താവിനോ അവൾ സംസാരിക്കട്ടെ, അവളുടെ ഹൃദയത്തിലുള്ള വേദനകളോ, ഇതല്ല നമ്മൾ പറഞ്ഞ ചിന്തകള്, അനുഭൂതികള്, ആഗ്രഹങ്ങള്, അനുഭവങ്ങള്, ഇതെല്ലാം ഷെയർ ചെയ്യുമ്പോൾ അവളുടെ ഹൃദയം സന്തോഷിക്കും. അതേപോലെ തന്നെ ഒരു ഭർത്താവ് ഇതെല്ലാം ഷെയർ ചെയ്യുമ്പോൾ ആ പുള്ളിക്കാരുടെ ഹൃദയത്തിൽ എന്തോ ഒരു സന്തോഷമായിരിക്കും വരുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ രണ്ടുപേരും അതിന് സമയം അനുവദിച്ചു കൊടുത്താൽ മാത്രമേ ഈ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. സോ ഇപ്പം ഈ ഇടയ്ക്ക് വരുന്ന കേസുകളെല്ലാം എങ്ങനെയാ വെച്ചാൽ, എൻ്റെ ഹസ്ബൻഡിന് സമയമില്ല, അല്ലെങ്കിൽ എൻ്റെ വൈഫിന് സമയമില്ല, അവരെപ്പോഴും വാട്സപ്പിലാണ് അല്ലെങ്കിൽ യൂട്യൂബിലാണ് എന്നുള്ള കംപ്ലൈൻസാണ് ഇപ്പോൾ വരുന്നത്. അപ്പം ഞാൻ ഇന്നൊരു പാസ്റ്റർ അടുത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് എനിക്കൊരു കോൾ വന്നായിരുന്നു. ഒരു പാസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞു, ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, അനേക സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, മെയിനായിട്ട് സംസാരിക്കാൻ, തുറന്ന് സംസാരിക്കാനുള്ള ആ ഒരു പേടി, അല്ലെങ്കിൽ എങ്ങനെ ഉൾക്കൊള്ളുന്ന എന്നുള്ള ആ ഒരു പേടി. people are scared to talk to each other. What will happen if I tell this? Will he like it? Will she like it? And there is always a kind of a fear factor that comes. So therefore it is important that we need to understand the importance of talking. So in a good when we are before marriage, we talk a lot. Before marriage we take the phone and talk hours together, but after marriage the boys are completely, they stop talking because they have already told everything that they have to tell. So they have told about the family, they have told nothing is there to tell, but the girls keep on asking, tell me more. So every day when we come back from work, അല്ലെങ്കിൽ നമ്മളൊരു മിനിസ്ട്രിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഇന്ന് നടന്ന മിനിസ്ട്രി, ഒരു ഹസ്ബൻഡ് ഒരു വൈഫ്, അല്ലെങ്കിൽ ഒരു പാസ്റ്ററും ഒരു വൈഫും ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇന്ന് നടന്ന മിനിസ്ട്രി ഏത് വീടുകളിലൊക്കെ പോയി, ആരൊക്കെ കണ്ടു, എന്തൊക്കെ അവരുടെ ഇഷ്യൂസ് ഒന്ന് പരസ്പരം സംസാരിച്ച് അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് തിങ്. പക്ഷെ ഇന്നത് അങ്ങനെയല്ല നമ്മൾ നോക്കുന്നത്. അത് അങ്ങാരുടെ ജോലി, ഞാൻ വീട്ടിൽ പണി, എന്നെ റെസ്പെക്ട് ചെയ്യുന്നു, എന്നെ റെസ്പെക്ട് ചെയ്യാറില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ജീവിക്കും, ഞാനിങ്ങനെ ഒരു കുക്കെ പോലെ ഞാൻ ഒന്ന് കുക്ക് ചെയ്ത് ഇവിടെ വിടും, വേണമെങ്കിൽ അവരൊന്ന് കഴിക്കും. അങ്ങനെയല്ല ദൈവം പറഞ്ഞേക്കുന്നത്. നമ്മൾ പങ്കാളിയുടെ കൂടെ നമുക്ക് പരസ്പരം ഇരുന്ന് സംസാരിച്ച് നമുക്ക് നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മുടെ മാരേജ് will be an excellent marriage. അപ്പോൾ അത്
ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതാ പഠിക്കാൻ പോകുന്നത്. സോ വാട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ടോക്കിംഗ് എന്ന് പറഞ്ഞാൽ ടെല്ലിങ് ഈച്ച് അതർ അവർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. നമ്മുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് നമ്മൾ സംസാരിക്കണം. Basically, in the initial stages of life, I mean, when we are growing up as a small boy, all the men are taught not to hide their feelings. Don't cry, you're a boy. Don't cry, you're a boy. So, we as men don't want to show our feelings to our wives. So, we try to, show as if we are a very manly and macho person and we don't want to show our weaknesses. But it is important for us to show that our feelings and thoughts to our wife. It is very important. നമ്മുടെ ചിന്തകളെയും അനുഭൂതികളെയും കുറിച്ച് പരസ്പരം പറയണം. നമ്മളെ ചെറുപ്പത്തിൽ നമ്മൾ വളർന്നു വന്ന വിധം കൊച്ചു ആമ്പിള്ളാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ആമ്പിള്ളാര് കരയാൻ പാടില്ല. അങ്ങനെയാണ് നമ്മളെ ചെറുപ്പത്തിൽ നിന്ന് വളർത്തി വന്നത്. നിങ്ങൾ ആണായിട്ടിരിക്കണം, ഒന്നും വലിയതായിട്ട് നിങ്ങളുടെ ആ ഫീലിങ്സ് ഒന്നും അങ്ങനെ ഷെയർ ചെയ്യണം. അപ്പൊ ആ കരച്ചിലിനെ നമ്മൾ അന്നേരം തന്നെ ആ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് നമ്മൾ അത് അടക്കി കളയാണ്. അപ്പൊ അത് തന്നെയാണ് ഇവർ കുഞ്ഞ് വലുതായി വരുമ്പോഴും അവരുടെ ഫീലിങ്സ്, ആണുങ്ങൾ പലപ്പോഴും അവരുടെ ഫീലിങ്സ് വെളിയിൽ പറയാതെ അടക്കി വെച്ചിരിക്കുന്നു. എന്തെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ അവരോട് പറഞ്ഞു, നീ ഒരു ആൺകൊച്ച, ആൺപിള്ളേർ കരയാൻ പാടില്ല. അതാണ് മെയിൻ ആയിട്ട് നടക്കുന്ന കാര്യം. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഫാമിലികളിൽ പുരുഷന്മാർ അല്ലെ തന്റെ പങ്കാളി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാതിരിക്കുന്നത്. So basically we have to take courage and practice to relearn how to talk about feelings. നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫീലിങ്സ്, ആണുങ്ങൾ ഫീലിങ്സ് ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ കൊച്ചുനാളെ തൊട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഫീലിങ്സിനെ ഹൈഡ് ചെയ്ത് വയ്ക്കുക. അപ്പം ഇങ്ങനെ ഭയങ്കര ഒരു ഗൗരവത്തിൽ നമ്മൾ ഇരിക്കും. ഐ ആം ബിഗ് മാൻ, ഐ ഡോണ്ട് വാണ്ട് ടു ഷോ മൈ ഫീലിങ്സ്, സോ ഐ വിൽ നോട്ട് ക്രൈ, ഐ വെരി വെരി സ്ട്രോങ് ബോയ്. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഫീലിങ്സ് ഒക്കെ അടക്കി വെച്ചിരിക്കുമ്പം ചിലപ്പോൾ നമ്മളത് പൊട്ടിത്തെറിക്കും. അപ്പം ദേഷ്യം, കോപം, ക്രോധം ഇതെല്ലാം വെളി വരും. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ ദിവസം നമ്മൾ ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് അങ്ങനെ ദേഷ്യമോ കോപമോ ക്രോധം വരത്തില്ല. നമുക്കൊരു സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. ജനറലി നമ്മൾ എന്ന് പറയുന്ന ആണുങ്ങൾ ഭയങ്കര അഗ്രസീവായിട്ട് സംസാരിക്കും. ഇപ്പോഴത്തെ കാലത്തിൽ പെണ്ണുങ്ങൾ അഗ്രസീവായിട്ട് സംസാരിക്കും. എന്ന് വെച്ചാൽ രണ്ടുപേരും എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പിള്ളേർ, ഇപ്പൊ മിക്കവാറും കല്യാണം നടക്കുന്നത് രണ്ടുപേരും എഞ്ചിനീയറിംഗ് ഒരേ ക്ലാസ്സിൽ പഠിച്ചിട്ട് രണ്ടുപേരും കൂടെ ചേർന്നിരുന്ന് ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കും. പിന്നെ അവർ തന്നെ ലവ് ചെയ്യും, പിന്നെ അങ്ങ് കെട്ടും. പിന്നെ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇവൻ വിചാരിക്കുന്നത്, അയ്യോ ഞാൻ ഇവളെ എന്തിനാ കെട്ടിയേ, ഇവളെന്നെ റെസ്പെക്ട് ചെയ്യുന്നത്. എങ്ങനെ റെസ്പെക്ട് ചെയ്യും? വാടാ പോടാന്ന് സംസാരിച്ചുകൊണ്ടിരുന്നവര്, ഒരേ ക്ലാസ്സിൽ ഇരുന്ന് വാടാ പോടാന്ന് സംസാരിച്ചുകൊണ്ടിരുന്നവര് പെട്ടെന്ന് ഇപ്പം ചേട്ടാ ഏട്ടാ എന്നൊക്കെ വിളിക്കാൻ, അച്ചാച്ച എന്ന് വിളിക്കാൻ, അല്ലെങ്കിൽ കുട്ട, അല്ലെങ്കിൽ മുത്തേ കറലേ എന്നൊക്കെ വിളിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അവർ ഒരേ ക്ലാസ്സിൽ 4 വർഷം ഒന്നിച്ച് പഠിച്ചത്. അതുകൊണ്ട് ഡിഫിക്കൽട്ടി കാണും. അപ്പൊ അങ്ങനെ വരുമ്പം മാരേജിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഒന്നിച്ച് 4 വർഷം പഠിച്ചോണ്ട് നമ്മളെ പരസ്പരം നമുക്ക് നല്ലോണം അറിയാം, അതുകൊണ്ട് നമുക്ക് കല്യാണം കഴിക്കാമെന്നുള്ള ആ ഒരു ചിന്തയിലായി ഈ കല്യാണം കഴിക്കുന്നത്. പക്ഷേ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അറിയുന്നത് ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായ ഒരു സംഭവമാണെന്ന് വെച്ചാൽ, അറ്റ്ലീസ്റ്റ് അറിയാതെ ആൾക്കാരെ കഴിച്ചാൽ കുറച്ച് അറിയാനായിട്ട് കുറച്ച് സമയം പിടിക്കും. പക്ഷെ ഇത് 4 വർഷം അറിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നത്. ഞാൻ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുമല്ല, അങ്ങനെ കല്യാണം കഴിച്ച് നന്നായിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. There are some people who have married in the same class and doing extremely well. Our level of understanding and thinking should be there so that they can enjoy their marital life, which is very important. നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് സംസാരിക്കാനുള്ള തടസ്സങ്ങൾ. പലപ്പോഴും നമ്മുടെ ചിന്തകളെയും അനുഭൂതികളെയും ആഗ്രഹങ്ങളും നമ്മുടെ അനുഭവങ്ങളും പങ്കാളികളോട് എന്തുകൊണ്ട് നമ്മൾ പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ പഠിക്കാം. മിക്കവാറും സമയങ്ങളിൽ നമ്മൾ എന്തുകൊണ്ട് ഷെയർ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാൽ പേടി കൊണ്ട്. ഞാനിപ്പോൾ പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് പൊട്ടിത്തെറിക്കും, എൻ്റെ ഭർത്താവ് ദേഷ്യക്കാരനാണ്, എന്നാൽ പെട്ടെന്ന് അങ്ങ് ദേഷ്യം വരുന്ന ആളാണ്. അതുകൊണ്ട്
എൻ്റെ ഫീലിങ്സ് ഞാൻ പറയണ്ട, ഞാൻ അത് എൻ്റെ ഉള്ളിൽ അടക്കി വെച്ചേക്കാം എന്ന് പറഞ്ഞ് ഭാര്യ അടക്കി വെക്കുക. അതേപോലെ തന്നെ പുരുഷന്റെ മനസ്സിൽ കാണും, എൻ്റെ ഭാര്യ എല്ലാത്തിനും അങ്ങ് ദേഷ്യപ്പെടുന്നതാണ്, അല്ലെ അങ്ങ് മുഖം വീർപ്പിച്ച് അവളങ്ങ് മിണ്ടാതിരിക്കും. അതുകൊണ്ട് പേടിയായിട്ട് പരസ്പരം ഷെയർ ചെയ്യാതിരിക്കും. വേറെ ഒന്ന്, ഞാൻ കൂടുതൽ ശക്തമാകണം. ഓക്കെ, ഇപ്പോ പലപ്പോഴും നമ്മുടെ കേരളത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ആണുങ്ങൾ എപ്പോഴും ഒരു ശക്തമായിട്ട് നിൽക്കണമെന്നുള്ള ഒരു തോന്നലുണ്ട്. ഇപ്പൊ ഞാൻ എന്തേലും ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, കുഞ്ഞിലെ നമ്മൾ കൊച്ചു പിള്ളേർ ആൺപിള്ളേർ കരയാൻ പാടില്ല. അപ്പൊ അവരും എല്ലാം ഷെയർ ചെയ്താല് അവന്റെ ആ ആണത്വം പോവുക എന്നുള്ള ഒരു പേടിയിൽ ഷെയർ ചെയ്യാതിരിക്കും. അങ്ങനല്ല, അത് ഷെയർ ചെയ്യണമെന്നുള്ള അതാണ് തടസ്സങ്ങളായിട്ട് നാം കാണുന്നത്. എവിടെ പലപ്പോഴും നമ്മൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും പലവിധമായ പ്രശ്നങ്ങൾ, വിവാഹ ദിവസം രാത്രി തന്നെ പ്രശ്നങ്ങൾ നടന്ന കാര്യം ഒത്തിരി പേര് കൗൺസിലിംഗിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് പലവിധമായ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ അവർക്കറിയില്ല എവിടെ ഞാൻ എൻ്റെ പ്രശ്നത്തെ പറ്റി പറയേണ്ടി, അല്ലെ എൻ്റെ ഭർത്താവ് ഞാൻ ഏത് വിധത്തിൽ എവിടെ എനിക്ക് വേദന അനുഭവിക്കുന്നു, എവിടെ തുടങ്ങണമെന്ന് അറിയാതെ വണ്ണം അവരെപ്പോഴും അങ്ങനെ വിഷമിച്ചിരിക്കുന്നവരായിരിക്കും. ചില സമയത്ത് എന്താ ചെയ്യുന്നറിയാം, ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനോട് എനിക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് വരുന്നു, അല്ലെ എനിക്കിങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നു, പക്ഷെ നമ്മുടെ ഭർത്താവ് ഒരു അറ്റൻഷൻ തന്നില്ലെങ്കിൽ, ഒരു ചെവി നമുക്ക് തന്നില്ലെങ്കിൽ, കേൾക്കുവാൻ ആഗ്രഹമില്ലെങ്കിൽ ഒരിക്കലും പിന്നെ ആ ഭാര്യ ആ ഭർത്താവിൻ്റെ അടുത്ത് പോയി പറയുവാൻ ആഗ്രഹിക്കില്ല. അതേപോലെ തന്നെ ഒരു ഭർത്താവ് വന്ന് ഭാര്യയോട് പറയുമ്പോൾ ഭർത്താവ് അത് ഭാര്യയെ കേട്ടില്ലെങ്കിൽ പിന്നെ ഒരു ഭർത്താവ് വന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കത്തില്ല. പിന്നെ വേറെ ഒരു കാര്യം നമ്മൾ നോക്കുന്നുവെങ്കിൽ, എനിക്കിപ്പോൾ സമാധാനമുണ്ട്, ഇതൊക്കെ പണ്ടത്തെ നടന്ന പ്രശ്നം, ഈ പ്രശ്നം ഞാൻ എടുത്തിട്ടാൽ ഇപ്പൊ വലിയ കലകം വീട്ടിലുണ്ടാകും, വലിയ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ അത് കാർപ്പറ്റിന്റെ അടിയിൽ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നറിയോ, ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വീടുകളിൽ കാർപ്പറ്റുകൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആ വീടുകളിൽ ചിലപ്പോൾ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുവാണെങ്കിൽ, പിള്ളേരൊക്കെ കളിച്ചുകൊണ്ടിരിക്കും, ചെറു പ്രായത്തിൽ പിള്ളേരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുന്നു, അവിടെ അഴുക്ക് കിടക്കുന്നുണ്ട്, ഡസ്റ്റ് കിടക്കുന്നുണ്ട്. ഉടനെ ചില സമയത്ത് എന്താ ചെയ്യുക, ആ ഡസ്റ്റിനെ നമ്മൾ ആ കാർപ്പറ്റിന്റെ അടിയിലോട്ട് തള്ളിയിടും, അങ്ങനെ നീക്കിയിടും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചൂലെടുത്ത് തൂക്കാനോ ഒന്നും സമയം കാണത്തില്ലായിരിക്കും. നമ്മൾ എന്താ ചെയ്യും, ഒക്കെ പെട്ടെന്ന് അവരെത്തി സഡനായിട്ടായിരിക്കും വീടിന്റെ കതവിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ എന്തോ ഉള്ളിൽ തള്ളി വെക്കും. അതെന്തോ ആകുമെന്ന് പറയുക, നാളുകൾ പോകെ ആ കാർപ്പറ്റ് ഇങ്ങനെ പൊങ്ങി വരും, ആ ഡസ്റ്റ് ഉള്ളത് മാത്രം അങ്ങ് പൊങ്ങി വരും. എന്നിട്ട് നമ്മൾ നടക്കുമ്പോൾ എന്താകും, കാല് തട്ടുമ്പോൾ ആ ഡസ്റ്റ് എല്ലാം വെളിയിൽ വരും. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്തില്ലെങ്കിൽ ഒരു ദിവസം അത് വെടിക്കും. അത് പൊടിയായിട്ട് അങ്ങ് വിസ്താരമായിട്ട് മാറിപ്പോകുമ്പോൾ അത് ഭയങ്കര പ്രശ്നമായി മാറും. പിന്നെ വേറെ കാര്യം, ഞാൻ ബലഹീനനായി തീരല്ലേ. പലപ്പോഴും ആണുങ്ങൾ വിചാരിക്കുന്നത്, ഞാനിപ്പോ ഇവളോട് ഷെയർ ചെയ്താൽ അവളെ എന്നെ എപ്പോഴും ഇങ്ങനെ ഒന്ന് നോക്കും, ബലഹീനത, ഇയാള് വലിയ രസമില്ല, ഇയാൾക്ക് എല്ലാത്തിനും പേടിയാന്ന് പറഞ്ഞിട്ട് ഒരു ബലഹീനത പോലെ കാണിക്കും. അങ്ങനല്ല, ഞാൻ മിക്കവാറും തെറ്റിദ്ധരിക്കപ്പെടുമെന്നുള്ള വിചാരം കൊണ്ട് നമ്മുടെ ഇതെല്ലാം സംസാരിക്കാനുള്ള തടസ്സങ്ങളാണ്. അപ്പൊ ഇന്ന് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങൾ നിങ്ങളുടെ തടസ്സങ്ങൾ എന്താന്നുള്ളത് നിങ്ങൾ അന്യോന്യം നിങ്ങൾ ചോദിക്കുക. ഞാൻ എന്തുകൊണ്ട് നിന്നോട് സംസാരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പേടിയായിരിക്കും, മീൻസ് നീ പൊട്ടിത്തെറിക്കുക, എല്ലാത്തിനും ദേഷ്യപ്പെടും, അല്ലെ എല്ലാത്തിനും പാത്രം എടുത്തെറിയും, അല്ലെങ്കിൽ എന്തെങ്കിലും പിള്ളേരെ പിടിച്ചിട്ട് അടിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് പരസ്പരം ഒരു 2 minutes എടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള സമയമാണ്. നിങ്ങൾ അന്യോന്യം, ബിക്കോസ് നമ്മൾ ഇതൊരു പ്രാക്ടിക്കൽ വർക്കായിട്ട് നമുക്ക് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരണം. നമ്മളിത് കേട്ടോണ്ട് വെറുതെ പോകുവാനല്ല. ഈ തടസ്സങ്ങൾ, ഞാൻ പറഞ്ഞ തടസ്സങ്ങളല്ലാതെ വേറെ തടസ്സങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുക, അന്യോന്യം സംസാരിച്ച് നിങ്ങൾ ഷെയർ ചെയ്ത് ഇതിൽ നിന്നൊരു വിമുക്തി പ്രാപിക്കുക, പ്രാർത്ഥിക്കുക. ദൈവമേ, ഇന്നു മുതൽ എനിക്ക് ആ ധൈര്യം തരണേ. 2 പേരും കൂടെ ഉണ്ടല്ലോ, കൈ പിടിച്ച് ആ കാര്യത്തിന്മേൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു വിടുതല വരും. So, as my wife was talking about barriers of talking, we need to understand that there are some barriers that is available for talking. The first thing is, some of us will feel that I am misunderstood. They won't be interested if I say this to it. I have to be strong. I cannot be, fragile if I share this. I don't know where to start. I don't know how to start this matter with my husband. I don't know how to start this with my wife. It is too complicated. I don't want to worry them. It's not important, so I will not share this with him. I don't want to disturb the peace in the house.
വീട്ടിൽ സമാധാനം കെടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത് മനസ്സിൽ വെച്ച് തന്നെ ഇങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ നമ്മൾ ജീവിക്കുമ്പം നമ്മൾ കാര്യങ്ങൾ പറയത്തില്ല. കാര്യങ്ങൾ പറയാതിരിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ വെച്ചിരുന്ന അത് വേദനയായി നമുക്കത് അതൊരു ഒരു സിറ്റുവേഷനായി മാറും. അപ്പൊ അത് പാടില്ല. ദേ മൈറ്റ് ലാഫ് അറ്റ് മീ. ഞാൻ പറയുന്നത് അവര് കേട്ടാൽ ചിരിക്കും, എൻ്റെ ഹസ്ബൻഡോ വൈഫോ ചിരിച്ചു കളയും. അതുകൊണ്ട് എനിക്ക് വേണ്ട, ഞാൻ എന്ത് പറഞ്ഞാലും ഒരു പുച്ഛയാ, അതുകൊണ്ട് ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ആ ഒരു ചിന്ത. ഐ വോണ്ട് ബി ഏബിൾ ടു എക്സ്പ്രസ് മൈസെൽഫ് ക്ലിയർലി. ഞാൻ എന്തോ പറയാനുള്ളത് എന്നുള്ള ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ല. സോ ഇങ്ങനത്തെ ഒരു ബാരിയർ ഉള്ള സമയത്ത് നമ്മൾ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം? അപ്പൊ ഇതൊന്നും നമ്മളുടെ മനസ്സിൽ വെക്കാതെ, വി ഷുഡ് നോട്ട് കീപ് ഓൾ ദീസ് ബാരിയേഴ്സ്. വി നീഡ് ടു റിമൂവ് ദീസ് ബാരിയേഴ്സ് ടു ഹാവ് an excellent relationship with each other. We need to talk to each other. We cannot fear husband or wife. We should not have any fear. If we have fear, we cannot talk to our husband or wife. The important thing is Adam and Eve did not have any fear. They spoke very nicely. If you see that initially they even blamed each other. So I mean, it is important that we talk very openly and transparently. So the next thing that we are going to talk is what is the importance of listening. Talking മാത്രമല്ല, സംസാരിക്കുന്നത് കേൾക്കാനുള്ള മനസ്സ് വേണം നമുക്ക്, അല്ലെങ്കിൽ കാത് വേണം. സോ അതെങ്ങനെ നമ്മൾ ചെയ്യണ്ടേ? We can become highly selective in our listening. I can become very highly selective in my listening. What I want to listen, only I will listen. What I don't want, I close my ears and say, that's not for me. I will not listen to you. Most of us take listening for granted, yet it is possible to close our ears just like that. I don't want to listen. You talk whatever you want. It doesn't go into this ear. Sometimes people say, I will listen to this ear and let it out through this ear. So that is an attitude. Listening has the power to make our husband or wife feel loud and valued. So it is important for us to sit down and listen to each other when we talk, so that we respect each other. When you are talking to me, if I look at some other place, if I'm looking at the ceiling, how will you feel? It is disrespected. So it is important that we need to have eye contact when you are talking to each other. If you have done anything wrong, what will you do? You'll put your head down. Have you seen small children? നീ തെറ്റ് ചെയ്തോളാന്ന് ചോദിക്കുമ്പോൾ അവൻ താഴെ ഇടും. അവൻ തെറ്റ് ചെയ്തില്ലെങ്കിൽ അവൻ പറയും, ഞാൻ തെറ്റ് ചെയ്തില്ലല്ലോ എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ വലിയവരും. Only when we have something which we have not done correctly with the husband or wife relationship, then we are actually putting our head down, or we don't give a ear, or we don't look at the husband. So when assuming that your wife is saying, we need to go to the market today, and if you are going to keep watching the TV and then you're not listening, and then she has to yell at the top of the voice and say, we're going to market, will you come now with me? It is important that we stop the TV and listen to it. So one of the most important skills to learn for a strong marriage is listening. Very important thing is to listen. The Bible places great value on listening effectively. Now let me explain to you James chapter 1 verse 1 to 19. My dear brothers and sisters, take note of this. Everyone should be quick to listen, slow to speak, and slow to become angry, the Bible says. And that's the key verse for the listening skill. So we need to listen and then we need to talk. നമ്മളെ ശ്രദ്ധിക്കുന്നതിൽ താല്പര്യമുള്ളവരായിരിക്കണം. പലപ്പോഴും നമ്മൾ എന്താ ശ്രദ്ധിക്കുന്നത്? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരെന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉടനെ നമ്മൾ എന്താ ചെയ്യും? അതങ്ങ് നമ്മുടെ ചെവി അങ്ങ് അടയ്ക്കും, നമ്മുടെ ശ്രദ്ധ വേറെ എവിടെയെങ്കിലും ആക്കും. അങ്ങനല്ല, നമ്മുടെ പങ്കാളി നമ്മളോട് പറയാൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ആ പങ്കാളിയുടെ കാര്യം, അവർ പറയുന്ന കാര്യം നമ്മൾ സ്നേഹത്തോടെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവർ നമ്മളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കും.
ഓക്കെ, നമ്മൾ ഇവിടെ വചനം പറയുന്നു, യാക്കോബ് 1:19 പറയുന്നു, പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഇത് അറിയുന്നുവല്ലോ, എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവരായിരിക്കട്ടെ. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയാം, എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും. നമ്മൾ കേൾക്കുമ്പോൾ അത് വേഗതയായിരിക്കണം, പക്ഷെ എന്തോ ചെയ്യണം, പറയുമ്പോൾ അത് മെല്ലെ ആയിരിക്കണം, താമസം. പലപ്പോഴും നമ്മൾ പെട്ടെന്ന് കേൾക്കും, പെട്ടെന്ന് ഉത്തരം പറയും, പെട്ടെന്ന് ദേഷ്യപ്പെടും. അതുകൊണ്ടാണ് വീട്ടിലെ സമാധാനം മിക്കവാറും സമയത്ത് സമാധാനം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഈ വചനം, ദൈവത്തിന്റെ വചനം നമുക്ക് തന്നത്, നമ്മളത് എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവത്തിന്റെ വചനം തന്നത്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കാം. എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവരായിരിക്കട്ടെ. So now what we are going to do is, we are going to see, if you want to be listened to, where do you go? എവിടെ നമ്മൾ പറയുന്നത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആരെടുത്താ പോകുന്നത്? എവിടെ പോകും? ആദ്യം നമ്മൾ പോകുന്നത് ഫസ്റ്റ് ആയിരിക്കും, നമ്മളെ കേൾക്കുന്ന ഒരാൾ ആരായിരിക്കും? ഒന്നീ നമ്മുടെ ഫ്രണ്ട് ആയിരിക്കും. സംടൈംസ് the first thing that I want to talk to somebody who will listen to me is my friend. Now that friend could be your wife, that friend could be your husband, if you have a good relationship with each other. So it is important that the husband and wife relation should be the first relationship where we could pick up the phone and talk, or we could be the first person, hey, this thing happened to me എന്ന് പറയാനുള്ള ധൈര്യവും. എന്തുകൊണ്ട്? കാത് കേൾക്കണം. ലിസണിങ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് തിങ്. ഹൗ ഡു യു ഫീൽ വെൻ യു ആർ നോട്ട് ലിസൺ ടു? എങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നത് കേൾക്കാൻ ഇൻട്രസ്റ്റ്? ചില ആൾക്കാർ എങ്ങനെയാണെന്നറിയോ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കും, നമ്മൾ പറയുന്നത് അവർ കേൾക്കത്തില്ല. സോ അങ്ങനത്തെ ഒരു വൈഫാണെങ്കിൽ, അങ്ങനത്തെ ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ, നമുക്ക് അവരുടെ അടുത്ത് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് കാണും. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓ, ഇയാളടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് വേറെ ആരെങ്കിലും അടുത്ത് പറയാന്ന് പറഞ്ഞ് വി വിൽ ലുക്ക് ഫോർ സംബഡി ഹൂ ഈസ് ഗോയിങ് ടു ലിസൺ ടു അസ്. സോ അതുകൊണ്ട് വി ഷുഡ് ബി ഗുഡ് ലിസണേഴ്സ്. നമ്മുടെ കാര്യങ്ങള്, നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ചിന്തകളും അനുഭൂതികളും നമുക്ക് ഒരാളോട് പറയണമെങ്കിൽ നിങ്ങൾ ആരുടെ പോയി പറയും? ആദ്യമായിട്ട് ആരത്താണ് പറയുന്നത്? പലപ്പോഴും ഞങ്ങൾക്ക് ഇവിടെ കൗൺസിലിംഗ് വരുമ്പോൾ അവർ പറയും, എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ പോയി പറയും, അല്ലെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി പറയും. അങ്ങനെ പലരും എന്താണെന്നറിയോ, പങ്കാളിയെ ദൈവം തന്നത് എന്താണെന്നറിയോ, പങ്കാളി കേൾക്കാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, വേറെ ഒരാൾ ആരെങ്കിലും കേൾക്കുന്നവരടുത്തോട്ട് ഓടിപ്പോയി അവർ പറയുകയാണ്. അപ്പൊ നമ്മൾ എന്തോ ചെയ്യേണ്ടി? ഒരു ഹസ്ബൻഡും വൈഫും ദൈവം നമുക്ക് തന്ന പങ്കാളിയുടെ അടുത്ത് അവരെ ഒരു ഫ്രണ്ട് പോലെ ട്രീറ്റ് ചെയ്ത്, എൻ്റെ ഹസ്ബൻഡ് ഒരു ഫ്രണ്ടാണ് എനിക്ക്, നമ്മളെ ഒരു വണ്ണസ്, അത് നമ്മൾ വായിച്ചായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം, ഉൽപ്പത്തി 1 നമ്മൾ വായിച്ചല്ലോ, വി ആർ വൺ ബോഡി, നമ്മൾ ഏക ശരീരമാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള വിചാരങ്ങളും ചിന്തകളും അനുഭൂതികളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഭർത്താവിനോട് നമ്മൾ ഷെയർ ചെയ്യുന്നെങ്കിൽ, അല്ലെ നമ്മുടെ ഭാര്യയോട് ഷെയർ ചെയ്യുന്നെങ്കിൽ, ആ കുടുംബത്തിൽ എന്തോ ഒരു സന്തോഷമായിരിക്കും എന്നറിയാം. അപ്പൊ മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ നമ്മൾ അനുവദിക്കുന്നില്ല. നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ അവിടെ കൊണ്ടുവരികയാണ്. അല്ലെങ്കിൽ എല്ലാം കൊണ്ടുപോയി നമ്മൾ അവിടെ ഷെയർ ചെയ്യുമ്പോൾ എന്തല്ലോ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മറ്റുള്ളവർ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കും. അതിന് നമ്മൾ ഇടം കൊടുക്കല്ലേ. So now we will look at what are the hindrances of listening. നമ്മൾ കേൾക്കാനുള്ള ഹിൻഡ്രൻസസ് എന്ന് പറയുമ്പോൾ തടസ്സങ്ങൾ എന്താ? നമ്മൾ കേൾക്കാനുള്ള തടസ്സങ്ങൾ എന്തായിരിക്കും? ചിലപ്പം നമ്മൾ ആളിനെ ഇഷ്ടമായിരിക്കത്തില്ല, അതുകൊണ്ട് നമുക്ക് കേൾക്കാൻ മനസ്സ് കാണത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വഴക്കുണ്ടാക്കിയിട്ട് ഇരിക്കുന്ന സമയമായിരിക്കും, അപ്പം എന്ത് പറഞ്ഞാലും നമുക്ക് കേൾക്കാനുള്ള മനസ്സ് കാണത്തില്ല. അപ്പം എന്തൊക്കെയാ തടസ്സങ്ങൾ? നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സം വരും? ഒന്ന്, നമ്മളൊരു ഫിൽട്ടർ, നമ്മൾ ഒരു ചെവിക്ക് ഒരു ഫിൽട്ടർ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആവശ്യമുള്ളത് മാത്രമേ പോത്തുള്ളൂ, ആവശ്യമില്ലാത്ത പോത്തില്ല. അതുപോലെ we all listen through filters, but often we are unaware of them. നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ കാതിൽ ഫിൽട്ടർ ഉണ്ട്. നമ്മൾ എപ്പോഴും എന്താണെന്ന് പറയുക, നമ്മുടെ ചെവിയിൽ ഒരു അരിപ്പ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, സർട്ടൻ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ചെവിയുടെ ഉള്ളിൽ പോകത്തുള്ളൂ.
അരിപ്പ വെച്ച് ശ്രദ്ധിക്കുന്നത്. ഓക്കെ, നാം വഴിയാണ് നാം ശ്രദ്ധിക്കുന്നത്. When someone is speaking, our own memories, attitudes, prejudices, physical environment, lack of interest, etc., all affect what we hear. ആരെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഓർമ്മകൾ, ഭാവങ്ങൾ, മുൻവിധികൾ, ഭൗതിക ചുറ്റുപാടുകൾ തുടങ്ങിയ ഓരോന്നും ശ്രദ്ധിക്കുന്നതിൽ നിന്ന് നമ്മെ സ്വാധീനിക്കുന്നു. Now, for example, നമ്മുടെ വീട്ടില് കിച്ചണില് കുക്കർ വെച്ചിട്ടുണ്ട്. ആ കുക്കർ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, വിസില് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് നമ്മൾ ടാപ്പ് തുറന്നു വിട്ടിട്ടുണ്ട്. ടാപ്പ് തുറന്നു വിട്ടിട്ട് അതിന്റെ വെള്ളം ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ അതിന്റെ സൗണ്ട് കുക്കറിന്റെ. ഇതിനിടയ്ക്ക് കിച്ചണിൽ നിന്ന് വൈഫ് ശബ്ദം ഉണ്ടാക്കി, ചേട്ടാ എനിക്ക് ഇതെടുത്തോണ്ട് വാ, അല്ലെങ്കിൽ കൊച്ചി കരയുന്ന അവിടെ നോക്ക്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ചേട്ടൻ എന്താ ചെയ്യുന്നു, അവിടെ ടി വി കണ്ടോണ്ടിരിക്കുക, നല്ല വോളിയം വെച്ചിട്ട് ന്യൂസ് കണ്ടോണ്ടിരിക്കുക, കേൾക്കുന്നില്ല. അപ്പം ഫസ്റ്റ് ടൈം പറഞ്ഞു നോക്കി, കൊച്ചി കരയുന്നു, പോയി എടുക്കാൻ പറയുന്നു, പക്ഷേ ചേട്ടൻ കേൾക്കുന്നില്ല. അനേക വീടുകൾ നടക്കുന്നല്ലേ. അപ്പം എന്താ ചെയ്യണ്ടേ, ചേച്ചി എന്താ മനസ്സിൽ വെക്കണ്ടേ, ഇപ്പൊ ഇതെല്ലാം ചുറ്റി ഈ ഫിസിക്കൽ എൻവിറോൺമെന്റ് എല്ലാം ഒന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. കുക്കറിന്റെ സൗണ്ട് വരുന്നുണ്ട്, വിസിൽ വരുന്നുണ്ട്, വെള്ളം പോകുന്നുണ്ട്, പാത്രം കഴുകുന്നു, അതിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, പിന്നെ ടി വി ഓടുന്നുണ്ട്, കൊച്ചു കരയുന്നു. ഇതെല്ലാം കൂടെ വരുമ്പം അവിടെ നിന്ന് സംസാരിച്ചാൽ പറ്റത്തില്ല. അപ്പൊ എന്തോ ചെയ്യണം, വെള്ളം കെട്ടണം, പിന്നെ ടാപ്പ് അടയ്ക്കണം, പിന്നെ ഈ പാത്രം കഴുകുന്നത് നിർത്തണം. നിർത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി നിന്ന്, ഏട്ടാ ഇതുപോലെ കൊച്ചു കരയുന്ന ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന് കേൾക്കും. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്യത്തില്ല. നമ്മൾ ചെയ്യാതെ എന്താ ചെയ്യും, നമ്മൾ കൂവിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ വഴക്ക് പറയും. അപ്പം ഈ ഫിസിക്കൽ എൻവിറോൺമെന്റ് നമ്മൾ നോക്കണം. നമ്മുടെ ഫിസിക്കൽ എൻവിറോൺമെന്റ് നമ്മൾ എവിടുന്നായിരുന്നു കൂവുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും നമ്മൾ നോക്കേണ്ടി വരും. That is a very important aspect. Some of the time we are listening more to ourselves than to other person. നമ്മളെ തന്നെ അല്ലാതെ നമ്മൾ ഇനി ഒരാളിനെ അവർ പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. Effective communication requires us to control the conversation in our mind. Effective communication requires us to control the conversation in our mind. നമ്മുടെ ഇഫക്റ്റീവായിട്ട് നമ്മൾ സംസാരിക്കണമെങ്കിൽ it requires us to control the conversation in our mind. നമ്മുടെ മൈൻഡിലുള്ള ആ കോൺവെർസേഷനെ നമ്മൾ കൺട്രോൾ ചെയ്ത് അതിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മൾ സംസാരിക്കും. സോ അതായിരിക്കും നമുക്ക് ഇറ്റ് വിൽ ഹെൽപ്പ് ടു റിമൂവ് ദി ഹിൻഡ്രൻസസ്. രണ്ടാമതായിട്ട് കാര്യം, ബാഡ് ഹാബിറ്റ്സ്. നമുക്ക് ചില ബാഡ് ഹാബിറ്റ്സ് ഉണ്ട്, മോശ സ്വഭാവങ്ങൾ. എന്തായിരിക്കും ഈ മോശ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഈ ബാഡ് ഹാബിറ്റ്സ് എന്താ? ഒന്ന്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ പങ്കാളി വന്ന് ഒരു കാര്യം പറയും, നമ്മുടെ അടുത്ത് പറയുമ്പം ഇങ്ങനെ നടക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ഇഷ്യൂസ് ഇതാ എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ പറയും കുഴപ്പമില്ല, റീഅഷ്യൂറിങ്, ഡോണ്ട് വറി, എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. അടുത്തത് ഒരു അഡ്വൈസ് കൊടുക്കുന്നു. ഞാനാണെങ്കിൽ എന്താ ചെയ്തിരിക്കുന്നത് അറിയാമോ, ഞാൻ ഇങ്ങനെ ചെയ്യുവടി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും ചേട്ടാ എന്ന് പറയും. So that is another one. Intellectualizing, then going off on a tangent when I am going to say something, say some other things. The last one is interrupting, stopping me to say the full sentence. Whatever I want to say, I am not telling fully, but you are stopping me from telling it. I will tell you, wait. I will tell you, wait. എന്ന് പറയും. That is not a good sign, and these are bad habits. Let me repeat once again: reassuring, giving advice, intellectualizing, and going off on a tangent, and interrupting. മോശ സ്വഭാവങ്ങൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇവിടെ നോക്കാം.
നമ്മൾ ഓരോരുത്തർ വന്ന് നമ്മളോട് അവരുടെ വിഷമത്തെ നമ്മൾ പറയുമ്പോൾ ആശ്വസിപ്പിക്കുക. അപ്പോൾ ആ സമയത്ത് അവർക്ക് ആശ്വാസമല്ല വേണ്ടിയത്, ആ വ്യക്തി പറയുന്നത് നമ്മൾ കേൾക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ എന്തോ ഒരു കാര്യം ചെയ്യുന്നു, ഉപദേശം കൊടുക്കുക. ഉടനെ ഞാനാണെങ്കിൽ ഇത് ചെയ്തേന്, നമ്മൾ ഉടനെ ഒരു ഉപദേശം, അല്ല നീ ഇങ്ങനെ ചെയ്യ്. അവർക്ക് എന്താ ഉപദേശമല്ല വേണ്ടിയത്, അവരെന്താ ചെയ്യുന്നത്, ഒരാൾ കേൾക്കണം, എൻ്റെ ഭാരത്തെ ആരെങ്കിലും ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞ്. പിന്നെ ചില സമയത്ത് എന്താ നമ്മൾ ബുദ്ധി പറഞ്ഞു കൊടുക്കും, പലവിധമായ ബുദ്ധികൾ. നമ്മൾ മിടുക്കരാണ്, നമ്മൾ അഡ്വൈസ് കൊടുക്കാൻ നല്ല മിടുക്കരാണ്, ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ പലപ്പോഴും എന്താ അവർ പറയുന്ന, ഇപ്പൊ ഒരാൾ വന്ന് അല്ലെ എൻ്റെ ഹസ്ബൻഡ് വന്ന് എന്തെങ്കിലും ഒരു വേദനയുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ പെട്ടെന്ന് വിഷയത്തെ മാറ്റി വേറെ കാര്യം പറയുന്നത്. അത് അവർക്ക് എപ്പോഴും അവരുടെ ആ കമ്മ്യൂണിക്കേഷൻ, അവരുടെ നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ അങ്ങനെ കട്ട് ചെയ്യുകയാണ്. വേറെ ഒന്ന് നമ്മളെ തടസ്സമാക്കല്, ഇതല്ല ഉടനെ അങ്ങ് തടസ്സം ചെയ്തു നിർത്തും. നമ്മൾ പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്തെങ്കിലും പറയണമെങ്കിൽ എന്തോ ചെയ്യും, ഇത് ഞാൻ പറയട്ടെ, വെയിറ്റ് ഇങ്ങനെ നമ്മളെ തടസ്സം ചെയ്തിട്ട് മറ്റേ ആൾ പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചു വന്നതാണ്. അത് നമ്മൾ ഈവൻ ഇന്ന വിഭാഗത്തിൽ നമ്മുടെ മാരേജിലും കൂടെ നമ്മൾ അത് കൊണ്ടുവന്ന് അതൊരു തടസ്സമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് 4-5 വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങൾ. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ കേൾക്കാത്ത വിധത്തില് അവരുടെ വിഷമങ്ങൾ വന്ന് അവർ പറയാൻ വരികയാണ്. പക്ഷെ നമ്മൾ ഉടനെ എന്തോ ചെയ്യും, അഡ്വൈസ് കൊടുക്കും, ഇത് ചെയ്തായിരുന്നു നല്ലായിരുന്നു, അല്ലെ നമ്മൾ അത് സ്പിരിച്വലൈസ് ചെയ്യും. ഓക്കെ അത് പിശാച, അല്ല അങ്ങനെയാന്ന് പറയും. നമ്മൾ പല കാര്യങ്ങൾ അതിനെ ഫുള്ളായിട്ട് പറയാതെ വേണം നമ്മൾ അത് നിർത്തിക്കളയും. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇത് മോശമായ സ്വഭാവം നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനിൽ, നമ്മുടെ സംസാര കാര്യത്തിൽ ഇത് മോശമായ ഒരു കാര്യമാണ്. Find out what are your bad habits between both of you while communicating. നിങ്ങളുടെ മോശമായി, ഇപ്പം നിങ്ങൾക്ക് ഇച്ചിരി സമയമെടുത്ത്, ഭാര്യയും ഭർത്താവും സമയമെടുത്ത് നിങ്ങളിലുള്ള മോശ സ്വഭാവങ്ങൾ അഡ്വൈസ് കൊടുക്കുകയാണോ. ചില സമയത്ത് ഭാര്യ എന്തെങ്കിലും പറയാൻ വരുമ്പോൾ ഭർത്താവ് പറയും, ഞാനാന്ന് ഇങ്ങനെ ചെയ്തേന്, അല്ലെ നീ ഇങ്ങനെ ചെയ്യ്, അങ്ങനെയുള്ള. അപ്പൊ ഏതാണ് ഞങ്ങളിപ്പോ 5 കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇതിൽ ഏതാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള മോശ സ്വഭാവങ്ങളെന്ന് കണ്ടുപിടിക്കുക. So these habits can prevent the speaker from saying what they are feeling, and they may eventually shut down. So we need to listen first before coming in with our own contributions. ഇത്തരം സ്വഭാവങ്ങൾ താൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സമായി തീരുകയും ക്രമേണ സംസാരിക്കുന്ന ആൾ പിൻവാങ്ങുകയും ചെയ്യും. So as hindrances of listening എന്ന് പറയുമ്പോൾ physical environment പറ്റി നമ്മൾ കണ്ടു. We saw that the physical environment is an important aspect when we communicate, or the hindrances for listening, right? The second thing is lack of interest. Maybe that subject is not very appealing to your partner. Now, for example, when we got married, I was a cricket lover, but my wife doesn't understand cricket. So it's a lack of interest that she has in cricket. So it is my responsibility as a partner to talk about cricket and to tell her how the game is being played. And sometimes when I am watching, it is also nice for her to sit and watch the game and later understand how the game is played. So let me tell you, my wife in one particular time, she was more interested in cricket than me, because I used to go to work and she used to see the matches and tell me the score. So things have changed because it is an interest for both of us. So we need to develop that interest. ഇത് ഫോഴ്സ് ചെയ്യല്ല ഒരാളുടെ അടുത്ത്, അവർക്ക് സ്വാഭാവികമായി വരുമ്പോൾ, അത് 2 പേരിൽ അത് വരുമ്പോൾ അത് നല്ലൊരു സമയം, ഒരു അവസരമായി നമ്മൾ ഉപയോഗിക്കുക. The prejudices, sometimes we may have prejudices against some people. For example, if I use the word mother-in-law, if I say the word mother-in-law, immediately അമ്മായിമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് മുഖമെല്ലാം മാറും ചിലർക്ക്. അതെന്താന്ന് വെച്ചാൽ prejudice. നമ്മുടെ മൈൻഡിൽ എൻ്റെ അമ്മായിമ്മ കൊടൂരമായ ഒരു ലേഡിയാ, അതുകൊണ്ട് എനിക്ക് അവരുടെ പേര് കേട്ട ആ വാക്ക്, അമ്മായിമ്മ എന്ന് പറയുന്ന പേര് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇടക്കേടാ. So prejudices of different words or people will affect the hindrances of listening. I don't want to listen to what she's saying, right? The fourth one is memories.
some of the memories that we have. Some memories which are very pleasant, some which are not pleasant, will also hinder us from, listening. For example, you have seen somebody, when you're talking, they will switch off and the memory flashes. So sometimes as friends we will do like this. Have you noticed? We will do like this and say, hey, evada poi, ni. That is called memories, and that's one of the hindrance for listening. At that point of time, they would not have listened because that memory has gone somewhere else, and then immediately say, onnoru parnje, tell me what it is. I didn't listen yet. So that is another thing that we will see. So these are, and the third and the fifth one is attitudes. Sometimes I have a big attitude. I don't want to listen to what you say. You are a very mean person. I don't want to listen to you. My husband always shouts, so I don't want to listen. My wife always nags me, so I don't want to listen to her. So you tell whatever you want, and I don't want to listen to her at all. നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ചുറ്റുപാടും ഉള്ളത് കൊണ്ട് നമ്മൾ അന്യോന്യം സംസാരിക്കത്തില്ല. പിന്നെ ഞങ്ങൾ വേറൊരു എക്സാമ്പിൾ കൂടെ പറയും. നമ്മളുടെ പിള്ളേരോട്, നമ്മുടെ ഇത് ഹസ്ബൻഡും വൈഫ് മാത്രമല്ല, ഈ നാളുകളിൽ നമ്മുടെ പിള്ളേരുടെ ഇടയിൽ തന്നെ ഈ സംസാരങ്ങൾ നിർന്നുപോയ സമയങ്ങളാണ്. ആസ് പാരൻസ് നമ്മൾ എന്തുവാണ് ചെയ്യുന്നത്? നമ്മൾ പലപ്പോഴും നിറയെ പാരൻസ് ഞങ്ങളോട് കരഞ്ഞു പറയാറുണ്ട്, ഞങ്ങളുടെ പിള്ളേർ ഞങ്ങളോട് സംസാരിക്കുന്നില്ല, അവരുടെ മൊബൈലിൽ അവരുടെ റൂമിൽ തന്നെ ഇരിക്കുകയാണ്, അവരത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒത്തിരി പേര് വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ കാണുന്നത്, അവര് പിള്ളേർ എന്തേലും നമ്മളോട് പറയാൻ വരുമ്പോൾ ഇത് സെയിം കാര്യം അപ്ലിക്കബിൾ ആണ്. നമ്മൾ ഒരു ഹസ്ബൻഡും വൈഫിനെ എങ്ങനെ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു, എങ്ങനെ ശ്രദ്ധിക്കണം. ഒരു കുഞ്ഞു വന്ന് നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർ വളർന്ന പിള്ളേരായിരിക്കും, അവരുടെ ഉള്ളിൽ എന്തേലും വേദന പറ്റി കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഷെയർ ചെയ്യണമായിരിക്കും. ആ സമയത്ത് നീ പോടാ, അല്ല നീ പോടി, നിന്റെ പണി നോക്കാം, എനിക്ക് വേലയുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അവർക്ക് സമയം കൊടുത്തില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പിള്ളേർ നമ്മുടെ അടുത്ത് വരത്തില്ല. അവരവരുടെ മൊബൈലിലും അവർക്ക് പല കാര്യങ്ങളും, മീഡിയയിൽ നിറയെ കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നു, നിറയെ ഫ്രണ്ട്സ് ഉണ്ട്, അവരതിലേക്ക് പോകും. പിന്നെ ഞങ്ങൾ ഒരു കാര്യം എപ്പോഴും എൻകറേജ് ചെയ്യുന്നത്, നമ്മൾ കഴിക്കുമ്പോൾ ആസ് പാരൻസ് പിള്ളേർ നമ്മൾ ചുറ്റും ഇരുന്ന് അത് കഴിച്ച് നമ്മൾ ആ കോൺവെർസേഷനിലേക്ക് കടന്നു പോകുമ്പോൾ അത് നല്ല രീതിയിൽ കുടുംബത്തിന്റെ ബന്ധം നമ്മൾ ഒന്നുകൂടെ കെട്ടിപ്പണിയുക എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പാരൻസും മക്കളും എല്ലാവരും കൂടെ ഡൈനിങ് ടേബിൾ അത് മറക്കാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ ബിസി ആൾക്കാരെ, പിള്ളേർ ബിസിയാണ്, ഹസ്ബൻഡ് ബിസിയാണ്, അമ്മ ബിസിയാണ്, നമുക്ക് ഈ ലോകത്തിൽ സമയമില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യണം? ഭാര്യയും നമ്മൾ സമയം ഉണ്ടാക്കണം. നമുക്ക് നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം നന്നായിട്ട് പോകണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി സമയം വേർതിരിക്കണം. നമ്മൾ അതിന് വർക്കൗട്ട് ചെയ്യണം. എത്ര പൈസ കിട്ടിയാലും നമുക്ക് തികയത്തില്ല. പക്ഷെ ഇച്ചിരി സമയം നമ്മൾ ഇതിനു വേണ്ടി വേർതിരിക്കുമ്പോൾ അതിൽ കൂടി കിട്ടുന്ന സന്തോഷം ഇതിൽ കൂടി വേറെ ഒന്നുമില്ല. പിള്ളേർ നമ്മുടെ കൂടെ നിൽക്കുന്നു, പിള്ളേർ നമ്മളെ കേൾക്കുന്നു കേൾക്കുമ്പോൾ, പിള്ളേർ പറയുന്ന നമ്മളും കേൾക്കുന്നത് നമുക്ക് മനസ്സിലാകുമ്പോൾ എത്ര വലിയ പിള്ളേരുടെ സന്തോഷം എന്തുമാത്രമായിരിക്കും എന്നറിയോ? നമ്മളെപ്പോഴും അവരെ ശ്രദ്ധിക്കത്തില്ല. പിന്നെ നമ്മൾ പിള്ളേർ തെറ്റിപ്പോയി, വഴി തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ ശ്രദ്ധിക്കേണ്ട സമയത്ത് അവരെ ശ്രദ്ധിക്കുക, അവർ പറയുന്നത് കേൾക്കുക. അവരുടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അമ്മയാന്നേലും അപ്പനാന്നേലും ഒരു ഫ്രണ്ടായിട്ട് മക്കളോട് നിൽക്കുക. ഇപ്പൊ ഞങ്ങൾ ഇത് എക്സ്ട്രാ കെയറി പറഞ്ഞതേ ഉള്ളൂ. ഇത് ഭാര്യയും ഭർത്താവിന്റെ ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും മക്കളെ ഈ നാളുകളിൽ അനേക മക്കൾ കൈവിട്ടു പോകുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ നമ്മൾ എങ്ങനെ സുരക്ഷിതത്തോടെ കാക്കണം എന്നുള്ളത് നമ്മൾ ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ചിരുന്ന് ആ സന്തോഷമായി. ഇപ്പൊ ഞങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് കളിക്കുമായിരുന്നു. ചില ബോർഡ് ഗെയിം ഒക്കെ ഞങ്ങളെടുത്ത് കളിക്കും. ബിക്കോസ് അവരുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ പുലർത്താൻ വേണ്ടി. അല്ലെങ്കിൽ ഉണ്ടല്ലോ അതങ്ങ് വിട്ടുമാറും. അവർക്ക് കളിക്കാനും അവർക്ക് നിറയെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒന്ന് വേർതിരിച്ച് നമുക്ക് തന്നെ ഒരു കുടുംബമായിട്ട് നമ്മൾ എങ്ങനെ ആ ബന്ധം ഒന്നിച്ചു കൊണ്ടുവരാന്നുള്ളത്, ഒന്നുകൂടെ പുലർത്താമെന്നുള്ളത് വിധത്തിൽ ഞങ്ങൾ ആ ബോർഡ് ഗെയിം ഒക്കെ കളിച്ച് സന്തോഷിച്ച് ചിരിച്ച് അങ്ങനെയൊക്കെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യണം. So now we saw that communication is so important that we need to talk to each other. We also saw the barriers of communication. Then we saw how important it is to listen. Then we saw what is the hindrances of listening. And now we are going to see principles of effective listening. How are we going to listen to each other? Number one is to pay attention and do not interrupt.
Pay attention and do not interrupt. നമ്മൾ എന്തോ ചെയ്യണം, നമ്മുടെ പങ്കാളി നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മുടെ ഫുൾ അറ്റൻഷൻ നമ്മുടെ ഹസ്ബൻഡിനോ വൈഫിനോ കൊടുക്കണം. ഇന്ററപ്റ്റ് ചെയ്യാൻ പാടില്ല, അവരെ വന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അവർ സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കാത്ത പോലെ നിൽക്കുമ്പോൾ അവർ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹം കാണിക്കത്തില്ല. Try to put yourselves in your partner's shoes. എന്നുവെച്ചാൽ put your views to one side and really appreciate what is like for your partner to be feeling the way that they do. Do not rush them and do not be afraid of silence. Sometimes they may be silent. നമ്മൾ സംസാരിക്കുന്ന ചില കാര്യം അവർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, അപ്പം മിണ്ടാതിരിക്കാൻ. സോ അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ you need to put yourself in their shoes and think about what will they think about it. നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളുടെ ഭാഗത്ത് നിന്ന് കേൾക്കണം. എപ്പോഴും ഒരു പങ്കാളി പറയുമ്പോൾ ഓക്കെ, ഞാൻ ആ സ്ഥാനത്തായിരുന്നെങ്കിൽ എങ്ങനായിരിക്കും, എനിക്ക് എങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും, അതാണ് എൻ്റെ പങ്കാളിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ കേൾക്കുന്നത്. The third thing is acknowledge their feelings. When you have listened to what your partner wants to say, reflect back what you heard without deflection or interruption. It is important to try and accurately summarize the main facts, reflecting back and feelings they have expressed. This helps your partner to know if you have understood. Reflecting back may feel awkward, but it works very well. That means you need to ask, did you understand what I told you? അവരുടെ അനുഭവങ്ങളെ തിരിച്ചറിയുക. ഇപ്പോൾ നമ്മുടെ പങ്കാളി നമ്മളോട് എന്തോ അവരുടെ ഒരു വിഷമം നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മളെ ഇതിലുള്ള കാര്യം. അപ്പൊ അവർ പറഞ്ഞതിന് ശേഷം അത് ചെറിയതായിട്ട് ഓക്കെ, നീ ഇന്ന കാര്യമാണല്ലോ എന്നോട് പറഞ്ഞ്, നിനക്ക് ഇതിൽ ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പൊ നമ്മളും അവരോട് കൂടെ ചേർന്ന് ആ ഫീലിംഗിൽ അത് അനുഭവപ്പെടുമ്പോൾ അവർക്ക് എന്തോ അത് വലിയൊരു ഉത്സാഹം തന്നെ അവർക്ക് തോന്നും. അതില് find out what is important, what is most important to them. Then ask your husband or wife, what is most important part of what you have been saying. Wait quietly while your partner thinks about what they want to say. When they have spoken, reflect back what you have heard. So it is important for us to listen carefully and reflect back on what was spoken to you. Then ask, what is the key thing or what is the important thing in this matter that you want me to know? And they feel very happy because you have understood them very well. ഏറ്റവും പ്രാധാന്യമുള്ള കാര്യത്തെ പറ്റി ഭാര്യയോ ഭർത്താവോ അല്ലെ തന്റെ പങ്കാളി പറയുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് കേട്ട് പങ്കാളിയോട് ഷെയർ ചെയ്യുമ്പോൾ ഓക്കെ, ഇതാണല്ലോ നിനക്ക് ഫീൽ ആയത്, അല്ല ഇതാണ് നിനക്ക് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി അത് തിരിച്ചു പറയുമ്പോൾ അത് ഭയങ്കര ഒരു വിടുതല്, അവരുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷത്തെ കൊണ്ടുവരുന്ന ഓക്കെ, എൻ്റെ ഭർത്താവ് എന്നെ കേട്ടല്ലോ, ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് വേറെ ആരോട് ഷെയർ ചെയ്യുവാനില്ല, എൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ എനിക്ക്, അല്ല എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ, അവള് ശ്രദ്ധിച്ച് കേട്ടല്ലോ, ഇങ്ങനെ ഒരാളുണ്ടല്ലോ. അപ്പൊ ഇത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, അവർ വേറെ എവിടെയും പോകത്തില്ല നമ്മുടെ കാര്യങ്ങളെ ഷെയർ ചെയ്യാൻ. അവർ ഓടി വരുന്ന എന്താ, ഓടി വന്ന് ഭർത്താവോട് ഷെയർ ചെയ്യും, അല്ലെ ഭാര്യയോട് ഷെയർ ചെയ്യും. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അങ്ങനെയാണ്, എന്തുണ്ടെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അത് ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയല്ലാതെ സന്തോഷമല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല. എന്ത് ചെറിയ കാര്യം, ഒരു പേടി പോലും തന്നെ ജീവിതത്തിൽ വന്ന ഈ ഒരു കഴിഞ്ഞിടയ്ക്ക് ഒരു പേടി പോലെ എൻ്റെ ഹസ്ബൻഡ് ചാക്കോയ്ക്ക് വന്നായിരുന്നു. ആ സമയത്ത് ആ പേടി പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച്, അതാണ് നമ്മള് പങ്കാളിയെ ദൈവം എന്തിനാണ് നമുക്ക് പങ്കാളിയെ തന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം താങ്ങുവാനും പ്രാർത്ഥിപ്പാനുമാണ്. സോ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അവർക്ക് കിട്ടുന്നതായ ഒരു സമാധാനം, അല്ലെ എനിക്ക് കിട്ടുന്നതായ സമാധാനം വേറെ ഒന്നും തന്നെ ആയിരിക്കും. The next thing is help them work out what they might do. Ask them, what is that you want me to do, or what is that you have to do in this, and tell them how to overcome this. So if we ask these 5 things, pay attention and do not interrupt. Try to put yourself in the partner's shoes.
acknowledge their feelings, find out what is most important, help them work out what they might do is the important aspect of principles of effective listening. അഞ്ചാമത്തെ കാര്യം പറയുന്നുണ്ടല്ലോ, അവര് ചെയ്യേണ്ടത്, ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ ഭർത്താവിന് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അത് ചെയ്യുമ്പോൾ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. ഈ 5 കാര്യങ്ങളെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഇടയ്ക്കിടയ്ക്ക് തടസ്സം വരാതെ ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ തടസ്സം ചെയ്യാൻ പാടില്ല. അവർ പറയേണ്ടത് അവർ തുറന്നു പറയട്ടെ. രണ്ടാമത്തത്, നിങ്ങളുടെ പങ്കാളിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ കേൾക്കുക. ഓക്കെ, അവരുടെ അനുഭവങ്ങളെ തിരിച്ചറിയുക, അവർ പറയുന്ന കാര്യങ്ങളെ തിരിച്ചറിയുക. ഏറ്റവും പ്രധാനമേറിയ കാര്യത്തെ കണ്ടുപിടിക്കുക. പിന്നെ അവരുടെ കാര്യത്തെ നമ്മൾ മനസ്സിലാക്കി അതേപോലെ പറയുക, ചെയ്യുക. So it's very nice that we were able to talk about communication and how as a husband and wife are supposed to communicate with each other. And we learned that communication is an important aspect of family relationships, and especially between husband and wife, it is a very important thing. And today we learned the tips and tricks of how to communicate with each other. Therefore, in the next 1 week, go and practice what you heard and try to apply them in your life, and we are sure that you will see a drastic change in the communication that you're doing with your husband or wife. നിങ്ങൾ ഈ ആഴ്ച പഠിച്ചത് ഭാര്യയും ഭർത്താവും തമ്മിൽ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. അത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. There's a change in the program. Instead of Tuesdays, we have made it as Wednesdays. So the next 4 weeks we will have it on Wednesdays, and we are so thankful for Voice of Praise for this opportunity for us to serve in this manner in sharing the family webinar for the people who are watching us on Facebook Live and on all the group and the people who are in the group. We thank you. Please do share with lot of friends what you are listening, because these teachings need to go to different people so that their family lives will be protected and guarded, and divorce can be reduced in the country by listening to these teachings. And we are so thankful to Pastor Boaz and Pastor James Paul for giving us this opportunity, and we are also very thankful for Pastor Kristadas from Punjab who introduced us to this ministry. And we believe that God will raise up a great generation in the days to come and help families to stay together so that the kingdom of God will be advancing in the days to come. And my name is Dr. Chaco, and my wife's name is Molly, and we live in Chennai, and we'll be happy to take any questions, or if you want to contact us, please contact at 9840514555. That is our contact number. We thank you, and we wish you all a great week. God bless you. Thank you. God bless you. Thank you. But before that, please subscribe our channel, press the bell icon and set it to all options, and you're going to get all the notifications and instant updates of our videos.